ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വന്നു. അതെ, ഞാൻ ഇന്ന് ഫേസ്ബുക്കിലൊരു വീഡിയോ കണ്ട്. അതിൽ ദൈവവിശ്വാസത്തെക്കുറിച്ചുള്ള കുറേ സംഭവങ്ങളാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് ഇത് പറയണം തോന്നി. ആദ്യമാണ് എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ: നിങ്ങൾ എത്രത്തോളം ദൈവത്തിൽ വിശ്വസിക്കുന്നു? ഒരു 100-ൽ എത്ര ശതമാനം നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് എനിക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ദൈവത്തിൽ വിശ്വാസമാണ്. എനിക്ക് ഈ നമ്മുടെ പ്രപഞ്ചത്തിൽ ഒരുപാട് ദൈവങ്ങളുണ്ട്. ഒരുപാട് നമ്മളെ ഹിന്ദുപരമായിട്ട് നോക്കുകയാണെങ്കിലും ക്രിസ്ത്യനായിട്ട് നോക്കുകയാണെങ്കിൽ മറ്റു മതങ്ങൾ നോക്കുകയാണെങ്കിലും എനിക്ക് തോന്നുന്നു ക്രിസ്ത്യനിലും ഹിന്ദുക്കളിലാണ് ഏറ്റവും കൂടുതൽ ദൈവങ്ങളുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ മുസ്ലിമിൽ ഇതിൽ ഒരു ഇതല്ലേ ഉള്ളൂ അവരിതിൽ. അങ്ങനെ എനിക്ക് എൻ്റെ ഒരു ഇതാണ് കേട്ടോ, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, എൻ്റെ ഒരു അറിവ്, എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യം. ക്രിസ്ത്യൻസിൽ നോക്കുമ്പോൾ ഒരുപാട് ദൈവങ്ങളുണ്ട്. നമ്മൾ ഹിന്ദുക്കളിൽ നോക്കിയാൽ, ഞാൻ ഹിന്ദുവാണ്, ഒരുപാട് ദൈവങ്ങളുണ്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഒറ്റ ദൈവത്തിലാണ്. ഒറ്റ ദൈവം. അതെ, അത് ദൈവമാണെന്ന് ഞാൻ പറയുന്നില്ല, അത് ഓരോരുത്തർക്കും ഓരോ ദൈവങ്ങളാണല്ലോ. ഒറ്റ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. നമ്മളെ കേരളത്തെ നോക്കിയിട്ട് മറ്റു സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് ദൈവവിശ്വാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഞാൻ ഇന്ന് കണ്ടൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, തിളച്ച വെള്ളത്തിൽ ഒരു ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി അതിനകത്തിരുന്നിട്ട് അവർ മന്ത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ പറയുക, നമ്മളവിടെ എന്താണ് കാണുന്നത്? നമ്മളെ അതിൻ്റെ പിന്നിലെ തട്ടിപ്പ് എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. പക്ഷേ അവിടെയുള്ള ആൾക്കാർ അത് അന്ധമായി വിശ്വസിച്ച് അവരതിൽ എന്താ പറയുക, അത് കണ്ട് അത്ഭുതത്തോടെ നിൽക്കുകയാണ്. ഇതെന്തിനാണ് ഇവരങ്ങനെ ചെയ്യുന്നത്? നിങ്ങളാരെങ്കിലും, നമ്മൾ ചിന്തിക്കും, മലയാളീസ് ചിന്തിക്കും. പക്ഷേ അവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അതെപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരെന്തുകൊണ്ടാണ് ഇതൊക്കെ കണ്ടിട്ട്, ഈ ഒരു ഉഡായിപ്പ് കണ്ടിട്ട് അവർ മാറി ചിന്തിക്കുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇവർക്ക് കാര്യം മനസ്സിലാവുന്നില്ലേ? സംഭവം നമ്മളെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ, നമ്മളെ മലയാളീസിൽ 100-ൽ ഒരു 70% ആൾക്കാർക്കും കാര്യം അറിയാം. പക്ഷെ ഒരു 30% ആൾക്കാർ ഇപ്പോഴും അന്ധമായി വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിന് ഉദാഹരണം ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. അതിൻ്റെ പേരിലൊരു സിനിമ വരെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അന്ധമായി വിശ്വസിക്കുന്നതിന് ഒരു സംഭവമുണ്ട്. സംഭവം വേറെ ഒന്നുമല്ല, ഒരു മാർക്കറ്റിംഗ് ലെവലാണ്. അതായത് നമ്മളെ വിറ്റ് പൈസ ഉണ്ടാക്കുക. നമ്മൾ ദൈവമല്ല, പക്ഷെ നമ്മളൊരു ദൈവവിശ്വാസിയാണ്. പക്ഷെ നമ്മളെ വിറ്റ് അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. കാരണം നമ്മൾ അന്ധമായി ഒരിതിൽ വിശ്വസിപ്പിച്ചെടുക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. മനസ്സിലായില്ല? അതിനവർ പല അത്ഭുതങ്ങളും കാണിക്കും. ദൈവസിദ്ധി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ മുന്നിൽ ഒരുപാട് അത്ഭുതങ്ങൾ അവർ കാണിക്കും. അത്ഭുതങ്ങൾ കാണിക്കാൻ നമ്മളെന്ത് വിചാരിക്കും? അയ്യോ, ദൈവത്തിൽ എന്തോ അനുഗ്രഹമുള്ള ഒരാളാണ് അദ്ദേഹം, അപ്പോൾ അദ്ദേഹത്തിന് എല്ലാം കഴിയും, നമ്മുടെ പല പ്രശ്നങ്ങളും മാറ്റാൻ സാധിക്കും എന്ന്. ഞാൻ എല്ലാവരെയും കുറ്റം പറയുന്നില്ല. ഒരു 70-ൽ 30% ആൾക്കാർ, ഒരു 100-ൽ 30% ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ചുറ്റുപാട് ഇപ്പോഴും അന്ധമായി വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയാണ് ഞാൻ പറയുന്നത്. ദൈവവിശ്വാസം ഉള്ളവരല്ല ഞാൻ പറയുന്നത്, അന്ധമായി വിശ്വസിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്ക് പറ്റുന്ന അക്കിടി അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന അബദ്ധങ്ങളും ഇതുകൊണ്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പറ്റിച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും അവർക്ക്. മനസ്സിലായില്ലേ? നമ്മളെ പറ്റിക്കുക, അതായത് അവർക്ക് ഒരു അത്ഭുത സിദ്ധിയുണ്ട്, ദൈവത്തിൽ അനുഗ്രഹമുള്ള, അല്ലെങ്കിൽ ദൈവം അവരെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് തന്നെ നമ്മുടെ കഷ്ടപ്പാടുകൾ മാറ്റാൻ വേണ്ടി എന്ന അവസ്ഥയിൽ നമ്മളവരെ തെറ്റിദ്ധരിപ്പിക്കും. അവർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. അപ്പോൾ നമ്മൾ വിശ്വസിക്കും. നമ്മൾ എന്തുകൊണ്ട് വിശ്വസിക്കും? നമ്മളെ ബുദ്ധിമുട്ടൊക്കെ, അയ്യോ, അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്നൊരു ചിന്താഗതി ആക്കിയെടുക്കുക അവർ നമ്മളെ. അപ്പോൾ ഇവർ മുന്നിലുള്ള ഒരു ദൈവസിദ്ധി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ്. മനസ്സിലായില്ലേ? മാർക്കറ്റിംഗ് കഴിഞ്ഞാൽ ഒരു സിദ്ധി, അത്ഭുതകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ കാണിക്കും. അപ്പം നമ്മളതിൽ, ഓ, ദൈവാനുഗ്രഹമുള്ള വ്യക്തിയായതുകൊണ്ടില്ല അവർക്ക് ആ കഴിവുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കും. നമുക്കിപ്പോൾ ഒരു ഉദാഹരണം, മറ്റു സംസ്ഥാനക്കാരെ നോക്കിയാൽ, മറ്റു സംസ്ഥാനത്തിലോട്ട് നോക്കുമ്പോൾ അവർ ദൈവാനുഗ്രഹം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തിളച്ച എണ്ണയിൽ കൈമുക്കുക, തീ കനലിൽ കൂടെ നടക്കുന്ന നമ്മളിവിടെയുണ്ട്. എന്നാലും അവരിതിലേക്ക് ഇച്ചിരി ഓവറാണ്, തീയിൽ കൂടെ നടക്കുക. ഈ തീയിൽ കൂടെ നടക്കുക സംഭവം, ഞാനും നമ്മൾ ദൈവ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീയിൽ കൂടെ നടക്കണം. ഇച്ചിരി എന്താ പറയുക, ഒരു 2 സെക്കൻഡ് നമ്മൾ തീയിലോട്ട് ഇങ്ങനെ കൈവച്ച് നമ്മൾ കൈ പൊള്ളും. മനസ്സിലായില്ലേ? അപ്പോൾ ദൈവ അനുഗ്രഹമുള്ള ആൾക്ക് എന്താണ് സിദ്ധി, എന്താണ് അനുഗ്രഹം കിട്ടുക? കയ്യിൽ തീ വെച്ചാൽ കൈ പൊള്ളത്തില്ല. പക്ഷേ നമ്മൾ മറ്റ് ഇതിൽ നോക്കിക്കഴിയുമ്പോൾ ദൈവസിദ്ധി ഉള്ളവർ തന്നെ തീയിലായാലും കനലിലായാലും പതുക്കെ നടന്നു പോകും, നമ്മൾ കാണുന്നില്ല. അവർ ഓടുന്നതാണ്. മനസ്സിലായില്ലേ? സെക്കൻഡ് കണക്കിനാണ് അവർ ഓടി തള്ളുന്നത്. നമ്മൾ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഈ കർണാടകയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത്ഭുത സിദ്ധി എന്ന് പറഞ്ഞ് അവർ കാണിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ, തീയിൽ കൂടെ ഓടുകയാണ്. 2 സെക്കൻഡ് ഇങ്ങനെ ആകും തന്നെ അവർ ഓടി തള്ളയാണ് അവിടെ നിന്ന്. അപ്പോൾ അതിലെന്ത് ദൈവാനുഗ്രഹമാണുള്ളത്? പക്ഷേ ഇത് കണ്ട അത്ഭുതത്തോടെ നിൽക്കാൻ ആൾക്കാർ ഒരുപാടുണ്ട്.
പിന്നെ അത് പായസം നല്ല തിളച്ച അത് നമ്മളെ കേരളത്തിലുണ്ടല്ലോ നല്ല പായസം വലിച്ച് എറിയും ദേഹത്തൂടെ ആകുന്നു അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ എനിക്കൊരു അത്ഭുതം തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ നമ്മളിങ്ങനെ ഒരു തിളച്ച വെള്ളം നമ്മളെ കയ്യിലൂടെ നമ്മളെ കൈ പൊള്ളും, തിളച്ച പായസം വാരി എറിയുന്ന കുറേ സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിലും എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കാണും. പക്ഷെ എനിക്കത് ഒരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട് ചിലതൊക്കെ. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവർ കാണിക്കുന്ന അത്ഭുത സിദ്ധികളിൽ ഒരു 100-ൽ 70% ഉടായിപ്പാണ്, 30% പെർഫെക്റ്റുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ 70% കാണിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉടായിപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ തുടങ്ങുന്ന കുറേ മാർക്കറ്റിംഗ് നമുക്ക് നമ്മുടെ ചുറ്റുപാടും ഒരുപാട് നടക്കും. നമ്മുടെ കേരളത്തിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞില്ല, കാണാൻ ചാൻസ് ഉണ്ട്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ നോക്കുമ്പോൾ ഇച്ചിരി ഓവറാണ് അവരെ അത്ഭുത സിദ്ധി എന്ന് പറയുന്നത്. തിളച്ച് എണ്ണയിലൊക്കെ കൈമുക്കിയൊക്കെ കാണിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മളെ എന്തിനാണ് ഇവരെങ്ങനെ കാണിപ്പിച്ച് വിശ്വസിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ദൈവ അനുഗ്രഹമുണ്ട്, ദൈവം ഇറങ്ങി വന്നിട്ട് നീ എണ്ണയിൽ കൈമുക്കി അവരെ വിശ്വസിപ്പിക്കൂ എന്ന രീതിയിലൊക്കെയാണ് ഇവർ കാണിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇവരിപ്പോഴും ഒരു മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരാളെ രക്ഷിക്കുന്നത് സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവരെല്ലാം കാണിക്കും ഇങ്ങനെയാണ് കഴിവുണ്ടെന്ന്. പക്ഷേ ഇവർ കഷ്ടപ്പെടുന്ന വ്യക്തിയല്ല സഹായിക്കുന്നത്. ഒരു മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരാളിനെ ഇവർ രക്ഷിക്കുന്ന ഒരു വീഡിയോ പോലും നമ്മളിതുവരെയും കണ്ടിട്ടില്ല. നമ്മളെ എവിടെ നോക്കിയാലും ഒന്നിലും കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? ഈ രോഗബാധിതമായിട്ട് കിടക്കുന്ന ആൾക്കാരെ അവർ രോഗവിമുക്തിയാക്കി കൊണ്ടുവരുന്ന ഒരു വീഡിയോ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. ഹായ്, പോകുന്ന ഇപ്പോൾ